2022 മെയ് 1-ാം തീയതി തൊഴിലാളി ദിനം കുന്നംകുളം ജംഗ്ഷനിൽ ഒരു കേക്ക് മുറിച്ച് നമ്മുടെ യുവജനസഖ്യാംഗങ്ങൾ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ആഘോഷിച്ചാണ് നമ്മുടെ ഈ പള്ളിയിലെ പ്രവർത്തനം ആരംഭിച്ചത്. അന്നൊരു തൊഴിലാളി ദിനമായിരുന്നു. അന്ന് കുർബാന കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒന്നിച്ച് നേരെ കുന്നംകുളം ജംഗ്ഷനിൽ ചേർന്ന് ഒരു പാട്ട് പാടി അവിടെ നിന്ന് പ്രസംഗിച്ചു. അവിടെ വന്ന എല്ലാവർക്കും, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ബസ്സിൽ വന്ന ആളുകൾക്ക് വരെ കേൾക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉത്സാഹം അത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരുന്നത് അത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുന്നത് ഏറെ ഹൃദ്യമായ അനുഭവമാണ്. എപ്പോഴും സ്തോത്രകാരി സഞ്ചി പിടിച്ചുകൊണ്ട് വരാൻ നമ്മുടെ അല്ലുവും നല്ലുവും നന്ദുവും നമ്മുടെ പെൺപിള്ളേരെ കൊച്ചുങ്ങൾ എല്ലാവരും ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം. കാരണം ഈ കുഞ്ഞുങ്ങളാണ് നാളെ ഈ പള്ളി നടത്തേണ്ടത്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, അതോടൊപ്പം നമ്മുടെ സേവികാ സംഘങ്ങൾ. നമുക്ക് ഇടവും മിഷൻ ശക്തമായി നടത്താൻ സാധിച്ചിട്ടില്ല. കുറച്ചു കാലമൊക്കെ ശനിയാഴ്ച വൈകുന്നേരം പള്ളിയിലും വീടുകളിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതാൻ പറ്റിയില്ല. നമ്മുടെ ശക്തമായ ഉപവാസ പ്രാർത്ഥന, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് ഒരു സേവ്യാസം. അതുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും എനിക്കൊരു ഉപവാസ പ്രാർത്ഥന തന്നെയായിരുന്നു. 28 പേര് ഒന്നിച്ചു വന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഏത് ആവശ്യങ്ങളും പരസ്പരം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ സാധിക്കാത്ത ഒരു കാര്യമില്ല. കല്യാണം ഉറക്കേണ്ട പെൺകൊച്ചുങ്ങളുടെ ആൺപിള്ളേരെയൊക്കെ കല്യാണം ഉറച്ചു. ജോലി കിട്ടാനുള്ളവർക്കൊക്കെ ജോലി കിട്ടി. ഒത്തിരി ആവശ്യങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ഇടവക അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഓരോ സംഘടനയുടെയും ചുമതലക്കാർ. ഞാൻ പേരൊന്നും രണ്ടുമൊന്നും പറയുന്നില്ല. അതുപോലെ ഇടവകയുടെ ചുമതലക്കാർ ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുപോലെയാണ്. എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അത് പരിഹരിക്കാൻ തക്കവണ്ണം സ്നേഹത്തിന്റെ കൈ നീട്ടി നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. മത്തായിക്കുട്ടിയും ഞാനും ഒരു പ്രായക്കാരായതുകൊണ്ട് ഒരു കാര്യത്തിലും ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ നല്ലൊരു കോമ്പിനേഷനാണ്. ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും. മത്തായിക്കുട്ടി എന്നെ 2-3 പ്രാവശ്യം ഓർമ്മപ്പെടുത്തും. അച്ഛാ, ഇന്നടത്ത് ഇന്നാരും സുഖമില്ലായിരിക്കുന്നു, നമുക്കൊന്ന് പോകാം. അച്ഛൻ പോണേന്ന് പറയല്ല. ഒരു പള്ളിയിലും ഉണ്ടാകാത്ത ഒരു കാര്യം, ആർക്കെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ബിജുവോ ബിനുവോ പൈസാറോ കാറെടുക്കും, എല്ലാരെയും വിളിക്കും. ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ മരണ വീട്ടിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വേറൊരു ആവശ്യമാണെങ്കിൽ അവിടെ ഒന്നിച്ചാ പോകുന്നു. ഞാനില്ലാതെ അവരെയൊന്നും പോകുന്നില്ല. പോയിട്ട് തിരിച്ചു വരുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ കോശി പറയും, നമുക്ക് ഇന്നടത്ത് കോശിക്ക് അറിയാവുന്ന നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നത്. കോശി പറയും, നമുക്ക് ഇന്നടത്ത് കയറി പോയാൽ മതി. ഞങ്ങൾ ഒളിച്ചവിടെ ചെല്ലുമ്പോ അവിടെ വന്ന വേറെ പല നമ്മുടെ വീട്ടുകാരെ ഓടിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ 35 പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇടവക ചുമതലക്കാർ ഒരു പട്ടക്കാരനെ സ്നേഹിക്കുകയും കൈ
കൈത്താങ്ങൽ നൽകുകയും സഹായിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും കുറവ് പരിഹരിക്കുകയും. ഞാൻ ഒന്ന് രണ്ട് സന്ദർഭത്തിലൊക്കെ ചില മരണം ഉണ്ടായ സമയത്ത്, ചില മാമോദീസായി കല്യാണമൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവധിയെടുത്ത് പോയ സമയത്ത് മരണം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കുഞ്ഞോശ്യത്തിൽ ആ കാര്യം അവിടുത്തെ എന്റെ ഒരു അസാന്നിധ്യം അത് ചുമതലക്കാരൻ ഉടനെ തന്നെ ക്രമീകരിക്കും, അച്ഛൻ ഉടനെ ഓടിയെത്തും. എനിക്ക് എന്റെ അളിയനാണ് അച്ഛൻ, അതുകൊണ്ട് എനിക്ക് ഒരു വലിയൊരു ബലമായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നത്. ഞാനെപ്പോഴും പറയും, ഏതെങ്കിലും ഒരു ഞായറാഴ്ച അച്ഛൻ കുറിയുള്ളപ്പോൾ ഒന്നും നോക്കണ്ട, എനിക്ക് പോരണം. അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ട് പ്രസംഗിച്ചോണം. അപ്പോൾ അച്ഛന് ഇവിടെ ഉള്ളത് എനിക്ക് വലിയൊരു ബലമാണ്. എന്റെ ചുമതലക്കാരും അങ്ങനെ. അപ്പോൾ എല്ലാവരും ആ ചുമതല സ്ഥാനങ്ങൾ ദൈവം നൽകിയ ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിലെ കാര്യം നമുക്കറിയാം, ഇവിടെ ശുശ്രൂഷകനില്ല. 6 മാസം പരീക്ഷണാർത്ഥം നമ്മുടെ സുനിലിനെ നോക്കി. പക്ഷെ സുനിൽ അച്ഛനേക്കാൾ വലിയ പുള്ളി ആയതുകൊണ്ട് പിന്നെ സുനിലിനെ തുടരാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവൻ അത്രേ അറിഞ്ഞേ ഉള്ളൂ. പിന്നെ ഞാൻ അപേക്ഷ എഴുതി കൊടുത്താൽ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലാക്കി അവന് പക്വത അത്രയുണ്ട്. അപ്പൊ പിന്നെ ഞാനത് ക്ഷമിക്കുകയൊക്കെ ചെയ്ത് അവനോട് പറഞ്ഞു, നീ ഇനി ആ കാര്യം ചെയ്യട്ടെ, കാരണം നിനക്ക് ആ പക്വതയായിട്ടില്ല. എന്നാൽ ഏത് കാലത്ത് വിളിച്ചാലും അവൻ വരും, അതിനൊന്നും കുഴപ്പമില്ല, വിരോധമൊന്നുമില്ല. എന്നാൽ ഈ മത്തായിക്കുട്ടിയൊക്കെ രായും പകലും, സാംജിയും മത്തായിക്കുട്ടിയും രായും പകലും ഈ പള്ളിക്കകത്ത് തൂത്തുവാരാനായാലും, കഴിഞ്ഞ ദിവസം എല്ലാവരും വരുന്നതിന് മുമ്പേ ഇവിടെ വെളുപ്പിലാകുന്നപ്പോൾ ഒരു പൂച്ച ഇവിടെ കാട്ടിച്ചു വെച്ചിരിക്കുക. അത് മുഴുവൻ എടുത്ത് വാരിക്കൊണ്ട് നടന്ന് കാര്യങ്ങൾ റെഡിയാക്കിയപ്പോൾ അത്രമാത്രം സ്വന്തം വീട് പോലെ ഈ പള്ളിയെ സ്നേഹിക്കുന്ന ചുമതലക്കാർ. അതൊരു അനുഗ്രഹം, അതുപോലൊരു അനുഗ്രഹം എല്ലാ പള്ളിയിലും അങ്ങനെ ഇല്ല. ഞാൻ 35 പള്ളിയിൽ ഇരുന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചുമതലക്കാരുടെ കൂട്ടായ്മ അനുഭവിച്ചത് ഇവിടെയാണ്. ഇവിടെ തന്നെ 2 പള്ളിയുണ്ടല്ലോ. തെക്കേ പള്ളിയില് സെക്രട്ടറി ശനിയാഴ്ച മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. ട്രസ്റ്റി അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, ആവശ്യം ഉണ്ടെങ്കിൽ കാണും. കണക്കന്മാരെന്നെ കണ്ടിട്ടേ ഇല്ല. എന്നാൽ അവിടെ കാര്യങ്ങൾ എന്റെ ഒരു വിരൽത്തുമ്പിൽ നിൽക്കും. അതെന്റെ ഒരു ശൈലിയാണ്. ഇതെല്ലാം പറഞ്ഞതുപോലെ ഇച്ചിരി മുറ്റിയത് കൊണ്ട് അല്പം കർക്കശമായി കാര്യങ്ങളത് പറയുന്നതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് പോകും. ഇവിടെ അങ്ങനെ ഞാൻ എന്നോട് ഒരു കർക്കശമായിട്ട് പറയേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ആലോചിക്കും, അഭിപ്രായങ്ങൾ പറയും, പല അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്താൽ ഒരു അച്ഛൻ പറയുന്ന ഒരു വാക്കിന് അപ്പത്തോട്ടും ഇപ്പത്തോട്ടും ഇല്ല, അത് സാധിച്ചില്ല. അവസാനത്തെ വാക്ക് അച്ഛനാണ് പറയുന്നത്, അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ടാ പറയും. ഏതൊരു കാര്യത്തിന്റെ തീരുമാനം അത്രയാണ്. അതെനിക്ക് വലിയ സന്തോഷം. നമ്മുടെ കൺവെൻഷൻ ആയാലും, ആദ്യ ഫലമായാലും, നമ്മുടെ ഇടവകദിനമായാലും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടാണ്. നമ്മളൊരു ചെറിയൊരു കൂട്ടമാണ്. 107 വീടൊക്കെ നമുക്കുണ്ടെങ്കിലും ഒരു 80-82 വീടുകളെ ഉള്ളൂ നമുക്ക് ശരിയായിട്ടുള്ള വീടുകൾ. ആത്മാർത്ഥമായി സഹകരിക്കുന്നവർ 68 വീട്. എന്നാൽ കുർബാനയ്ക്ക് ഈ 108 വരും. പലപ്പോഴായിട്ട് വരും, ഒന്നിച്ചു വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ പള്ളികളിൽ ഏറ്റവും 1-ാം നമ്പർ പള്ളി പടിഞ്ഞാറേക്കല്ലട പള്ളിയാണ്. ഞാൻ ഇടയാറുമുള്ള പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്.
നാട്ടിൽ നിന്നിട്ടുണ്ട്. എനിക്ക് വീട് വെച്ച് തന്നത്, വസ്തു വാങ്ങിച്ചു തന്നത് വേറെ 2 പള്ളിക്കാരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ സ്നേഹം, കരുതൽ അനുഭവിച്ചു. പ്രാർത്ഥനയ്ക്ക് വരുമ്പോ ചക്ക റെഡിയാ വേവിച്ചത്. 2.5 വർഷമായി ഞാൻ ചോറ് കഴിച്ചിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരച്ഛന്റെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള കരുതൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഞാൻ അവിടുത്തെ സെക്രട്ടറി സെനുമാഷ്, ഞാൻ നമ്മുടെ സെനുമാഷ് സെക്രട്ടറി ആയിരുന്നു DSMC-യിൽ, അറിയാം നാട്ടുകാരൻ സെനുമാഷ്. ഞാനോട് പറഞ്ഞു, സെനുമാഷെ ഇവിടെ ചക്ക ഉണ്ടോ സെനുമാഷെ? അപ്പൊ സെനുമാഷിനോട്, അച്ഛനിഞ്ഞ് വന്നാൽ മതി, എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ചക്കയുണ്ട്. ഇപ്പൊ കളർ വീണിട്ടേ ഉള്ളൂ, 6 മാസത്തേക്ക് അച്ഛന് ചക്ക കൊണ്ടുതന്നേക്കും. അപ്പം കല്ലടക്കാര് പ്രാർത്ഥിച്ചു, അച്ഛൻ പോകുന്നതൊക്കെ ചക്ക കാണണേ, കാരണം ഞങ്ങള് ഇനി ചക്ക അരിഞ്ഞുകൊണ്ട് വെക്കാൻ അച്ഛൻ എപ്പോ വരുമെന്ന് അറിയത്തില്ല. ദൈവമക്കളെ, ഞങ്ങളെ കുടുംബമായി സ്നേഹിച്ച, കരുതിയ, ബഹുമാനിച്ച്, ആദരിച്ച് നിങ്ങളോട് ഞങ്ങൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രാർത്ഥനയിൽ ഓർക്കും. ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ആഗ്രഹവും പ്രതീക്ഷയും ഞാൻ വന്നപ്പോഴേ ഉപവാസ പ്രാർത്ഥനയും പറഞ്ഞു. അച്ഛൻ കുവൈറ്റിൽ ഇരുന്നപ്പോ ജെറിമോനോട് പറഞ്ഞു, എടാ അടുത്ത വർഷം ഓഗസ്റ്റ് മാസം 20-ാം തീയതി കല്യാണം നടക്കണം. നടത്തിയിരിക്കുന്നു. നാട്ടിൽ വന്നു. ആ ഓഗസ്റ്റ് 20-ആയി. ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, മെത്രാച്ചനെയും വിളിച്ചിട്ടുണ്ട്, പെണ്ണിനെ കിട്ടിയില്ല. എന്നാൽ ഈ 2024 ഈ പ്രാർത്ഥനയിൽ, ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ പ്രിയപ്പെട്ട അമ്മമ്മമാരിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ അച്ഛൻ ഈ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ അച്ഛന്റെ മകൻ കുടുംബജീവിതത്തിൽ പ്രവേശിക്കണം. ഒരു മകളെ നീ ഒരുക്കണം. ഡിസംബർ മാസം ക്രിസ്മസിന് തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ മാസം 26-ാം തീയതി നിശമോളെ ദൈവം കാണിച്ചു. 20 എന്നുള്ള ദിവസം മാറ്റിയില്ല. ഫെബ്രുവരി 20-ാം തീയതി വിവാഹം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നിങ്ങളെ എല്ലാവരെയും വീടുകളിൽ വന്ന് ഞാൻ ക്ഷണിച്ചു. എല്ലാവരും കല്യാണത്തിന് വന്നു. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ കൊച്ചുമോൻ B.Ed.ന് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി, M.Ed.ന് അഡ്മിഷൻ കിട്ടി. ഇനി അവനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവനെ കൊച്ചാക്കി പറയുകയല്ല. അവൻ കുഞ്ഞുനാളിൽ പഠിക്കാൻ അവൻ പഠിക്കുകയില്ല. അവനെ ഒത്തിരി സ്നേഹിച്ച് വളർത്തി. ജെറിമോനെ ഞാൻ ഒത്തിരി അടിച്ചാ വളർത്തി. ജെറിമോനെ കണ്ടവനും അടിക്കും. പള്ളിക്കാരോടുള്ള ദേഷ്യം മുഴുവൻ അവനെ അടിച്ച് ഞാൻ തീർക്കുവാൻ. അവനൊരു ചെറിയ കുറ്റം ചെയ്താൽ അവന്റെ കാലും മുട്ടും ഒക്കെ പിടിച്ചു വെച്ച് ഞാൻ അടിക്കും. ഹിറ്റ്ലർ എങ്ങനെയാ ഹിറ്റ്ലറായെന്ന് ചോദിച്ചാൽ, ഹിറ്റ്ലറുടെ അപ്പൻ യഹൂദനായിരുന്നു, അല്ല അമ്മ യഹൂദ സ്ത്രീയായിരുന്നു. അപ്പൊ യഹൂദന്മാരോട് ഭയങ്കര പണക്കായിരുന്നു ഹിറ്റ്ലറിന്റെ അപ്പന്. ആ ദേഷ്യം മുഴുവൻ തീർക്കാൻ ഈ ഹിറ്റ്ലറിനെ ഈ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം തിരുമേനി അച്ഛനും എല്ലാം കൂടെ വീട്ടിൽ വരുമ്പോ അവരെ കാലെ കയറ് കെട്ടി ഡേസി കൊച്ചമ്മ കെട്ടിയിരിക്കുക. കാരണം ഞാൻ കുറ്റക്കേട് കാണിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും അവൻ ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട്. അവൻ അടി മേടിച്ചതുകൊണ്ട് അവന്റെ പ്രായമായപ്പോൾ അവൻ പക്വതയിലായി. എന്നാൽ ഇവരെ ഞങ്ങൾ അടിച്ചിട്ടില്ല. ഇവരെ ഞങ്ങൾ ഒട്ടും അടിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പമൊന്നുമുണ്ട്. എന്നാൽ ഇവ പഠിക്കത്തില്ലായിരുന്നു. ഇവരെ അടിക്കാൻ ഞാൻ ഇരിക്കത്തില്ല. അമ്മ അടിക്കാൻ പണിയെടുക്കുമ്പോ ഇവൻ വിളിച്ചു പോകും. നാട്ടുകാരെ ഓടി വായ എന്നെ
ഇരുന്ന് വിളിച്ചു ചോദിച്ചു, ഡെയ്സി അവന്റെ നമ്പർ തന്നെയാണോ നീ നോക്കിയതെന്നോ നോക്കാമോ? എന്നാൽ അവനെ രൂപപ്പെടുത്തിയ ഓരോ സാഹചര്യങ്ങൾ, ഞങ്ങൾ കുവൈറ്റിൽ പോയപ്പോൾ അതിന് മുമ്പും ഓരോ വർഷവും എൻ്റെ കുഞ്ഞ് ഓരോ സ്കൂളിൽ പഠിച്ചു. 8ാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ, 8ാം ക്ലാസ് വരെ ഒരു സ്കൂള്, 9ാം ക്ലാസ്സിൽ ഒരു സ്കൂള്, 10ാം ക്ലാസ്സിൽ ഒരു സ്കൂള്, എല്ലാ സ്ഥലം മാറ്റങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് പറഞ്ഞു കിട്ടേണ്ട സ്ഥലം മാറ്റങ്ങളുണ്ട്. 3 വർഷം വെട്ടിയാറിരുന്ന് കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റമായി. അപ്പൊ കൊറ്റനല്ലൂരി എന്നപ്പോൾ 1 വർഷമേ എന്നെ അവിടെ ഇരുത്തിയുള്ളൂ. കാരണം സഭാ കൗൺസിലില് ഞാൻ ചോദിക്കും മെത്രാന്മാർക്ക് തലവേദനയായി. അവർ ഭദ്രാസനത്തിൽ എന്നെ മാറ്റാൻ നിയമം ഉണ്ടാക്കി. എന്നിട്ട് 9 വർഷം കഴിഞ്ഞാലേ മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ പോയി. അപ്പോൾ കൊച്ചുമോൻ വെട്ടിയാർ ഒരു സ്കൂളിൽ പഠിച്ചു, നൂറിനാട് ഒരു സ്കൂളിൽ പഠിച്ചു. 8, 9, 10ാം ക്ലാസ്സിൽ അവൻ പോയത് മയിലോടെന്ന് പറയും ഓയൂരൊരു സ്കൂളിൽ. ഓയൂർ ചെന്നപ്പോൾ സ്ഥലം മാറ്റം, കുവൈറ്റിലേക്ക്. അപ്പോൾ അങ്ങനെ മാറിപ്പോയി. എന്നാൽ അവൻ കോട്ടയത്ത് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു. അവിടെ പഠിച്ചു മിടുക്കനായി. അവൻ ഡിഗ്രിക്ക് CMS കോളേജിൽ പഠിച്ചു. അവിടുന്ന് മിടുക്കനായി. കല്യാണം വന്നപ്പോൾ അവൻ B.Edന് ചേർന്നു. അവൻ തന്നെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ ഈ പള്ളിയിൽ എനിക്ക് ലഭിച്ച ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആത്മീയമായിട്ടുള്ള സന്തോഷം എൻ്റെ ജീവിതത്തിന്റെ പുസ്തകത്തിലും എൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകത്തിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ആരെയും മറക്കത്തില്ല. എല്ലാവരും പേര് പറഞ്ഞാൽ ആരെയും വിട്ടുപോകാനൊക്കത്തില്ല. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഞങ്ങളെ ആദരിച്ചു, സ്നേഹിച്ചു, ബഹുമാനിച്ചു, കരുതി. എനിക്ക് തരാവുന്ന സ്നേഹം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഇനി പോകുന്നത് ഇതിനേക്കാൾ മലയാണ്, ഇതിനെക്കാട്ടും. അപ്പോൾ കാലേബ് പറഞ്ഞ പോലെ 80ാമത്തെ വയസ്സിൽ മലകളെ എനിക്ക് തരിക, ഞാൻ അതിനെ കീഴ്പ്പെടുത്താമെന്ന് പറഞ്ഞ വിശ്വാസത്തോടെ 1-ാം തീയതി രാവിലെ 8 മണിക്ക് വാഴ്സലയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വരണം, ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കല്യാണത്തിന് വിളിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം. എന്ത് ഭാരത്തിന്റെ അവസ്ഥയുണ്ടെങ്കിലും അച്ഛൻ പ്രാർത്ഥിക്കാം. ഓടിയെത്താൻ പറ്റുന്ന സമയത്ത് ഓടിയെത്താൻ, തിരിച്ചൊന്ന് വിളിക്കാം. ഒരിക്കലും മറക്കില്ല. നിങ്ങൾ തന്ന സമ്മാനത്തിനും സ്നേഹത്തിനും എല്ലാം കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആരെയും വിട്ടുപോയില്ല. എല്ലാവരും എന്നുള്ള വാക്കിൽ എല്ലാവരും അടങ്ങിയിട്ടുണ്ട്. ചെറിയ കാര്യം മുതൽ വലിയ കാര്യം. മധുബഹായിൽ എന്നോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ജോണ്, കുഞ്ഞുങ്ങള്, ബ്രിജിന്, പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും, അവരെല്ലാവരെയും സ്തുതിക്കും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളും വലിയ കുഞ്ഞുങ്ങളും എല്ലാം കുട്ടികളായി നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവത്തിന്റെ സമാധാനത്തിന് വസിക്കട്ടെ. സുഖമില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പേര് പറഞ്ഞ് തുടർന്ന് പ്രാർത്ഥിക്കും. ഞാൻ മരിക്കോളം എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് കോട്ടയായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനിയും കാണാം. ഞാൻ ആരുടെ അടുത്ത് യാത്ര ചോദിക്കുന്നില്ല. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ പോകുന്നില്ല. ഞാൻ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് ഇനി വരും. ഭരണിക്കാവിൽ കൂടെ എനിക്ക് മാറക്കത്തുള്ളൂ. അവിടുന്ന് 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ഉള്ളൂ. നിങ്ങളൊക്കെ എപ്പം നിയമിച്ചാലും നിങ്ങൾ ചിലപ്പം പറയും ഒരു ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ ചക്ക എടുത്ത് വേവിക്ക് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞേച്ച് വരും. അതൊന്ന് ഒരുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഉള്ളത് പങ്ക് കഴിക്കാം. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും നന്ദി പറയുന്നു. എല്ലാവരോടും സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഒരു പ്രയാസമില്ല. ഇവിടുന്ന് പോകുന്നതിന് ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷേ സാർ പറഞ്ഞ പോലെ ഞാൻ അവസാനത്തെ ടൈമിലാണ് വന്നതെങ്കിൽ റിട്ടയർ ചെയ്തിട്ടേ പോകുള്ളൂ. പക്ഷെ ഇനി എത്ര പള്ളിയിൽ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം 4 വർഷം കൂടെ ഉണ്ട്. ചിലപ്പോൾ 4 പള്ളിയിൽ പോയി
ഇരിപ്പുണ്ട്, പിന്നെ പെടലിയുണ്ട്, അതിലുണ്ട് വേദന, പിന്നെ തല ഇരിപ്പുണ്ട്, കറക്കമുണ്ട്, പിന്നെ പ്രഷറുണ്ട്, പിന്നെ ഷുഗറുണ്ട്, എല്ലാം ഉണ്ട്. ഹൃദയം ഇല്ലാത്തതുകൊണ്ട് അതില്ല.